മഴക്കാലമായാൽ നമ്മുടെ വീടുകളിലും മറ്റുമെല്ലാം കാണപ്പെടുന്ന ഒരു ജീവിയാണ് തവളകൾ എന്നത്. പൊതുവെ ഇത്തരം തവളകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആട്ടി ഓടിക്കലാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തരം തവളകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? ഇത്തരം തവളകളെ വളർത്തി വിൽക്കുന്ന ചൈനയെ പോലുള്ള രാജ്യങ്ങളിലെ ഫാമുകളിലെ കാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ചെറിയ പാറ്റകളെയും പുൽച്ചാടികളെയും ഒക്കെ തിന്ന് ജീവിക്കുന്നവരാണ് പൊതുവെ തവളകൾ എന്നത്. 200 ദശലക്ഷം വർഷത്തിലേറെയായി നമ്മുടെ ഭൂമിയിൽ തവളകൾ ഉണ്ടായിട്ട്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദിനോസറുകളുടെ കാലം മുതൽക്കേ തന്നെ ഈ ഒരു ഭൂമിയിൽ തവളകളുണ്ട്. ഇന്ന് ലോകത്ത് 6000-ലധികം വരുന്ന ഇനം തവളകളുണ്ട്. ഇതിൽ തന്നെ പകുതിയും കാണപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളെ പോലുള്ള വനങ്ങളിലാണ്. ഇനി ഇതിൽ തന്നെ മനുഷ്യനെ കഴിക്കാനായിട്ട് സാധിക്കും തവളകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെയേറെ ചുരുക്കം മാത്രമാണ്. കാരണം പോയിസൺ ഡാർക്ക് ഫ്രോഗുകളെ പോലുള്ള തവളയുടെ ഒരു തുള്ളി വിഷത്തിന് 10 മനുഷ്യരെ വരെ കൊല്ലാനായിട്ട് സാധിക്കുന്ന പല തവളകളുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായും കണ്ടുവരുന്നത് 411-ലധികം വരുന്ന സ്പീഷീസ് തവളകളെയാണ്. ഇന്ത്യയിൽ ഇന്ന് ഇത്തരം തവളകളെ പിടിക്കുന്നതോ കൊല്ലുന്നതോ എല്ലാം കുറ്റകരമാണ്. അതിന്റെ കാരണം എന്നത് തവളകളുടെ എണ്ണത്തിലുള്ള ഗണ്യമായ കുറവ് നാശം തന്നെയാണ്. എന്നാൽ ചൈനയിലും മറ്റു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇവയെ ഭക്ഷണത്തിനായിട്ട് ഇന്ന് വളർത്തി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചൈനയിലെ സുചാൻ എന്ന പേരുള്ള ഒരു ഫാമിലെ കാഴ്ചകളാണിത്. ബുൾ ഫ്രോഗ്, ടൈഗർ ഫ്രോഗ് എന്നീ 2 ഇനത്തിൽപ്പെട്ട തവളകളെയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. ശരാശരി ഒരു ബുൾ ഫ്രോഗ് 2 മുതൽ 3 കിലോക്ക് മുകളിൽ വരെ തൂക്കം വരുന്നതാണ്. ഇങ്ങനെ ശരാശരി മാംസത്തിനായി ഇവകൾ വളർന്നു കഴിഞ്ഞാൽ ഇവയെ ടാങ്കുകളിൽ നിന്നും പിടിച്ചെടുക്കുന്നതാണ്. വിളവെടുപ്പിന് 24 മണിക്കൂർ മുമ്പ്, അതായത് ഒരു ദിവസം മുമ്പേ തന്നെ ഇത്തരം തവളകൾക്ക് കഴിക്കാനായിട്ട് ഒന്നും തന്നെ നൽകുകയില്ല. പൂർണ്ണമായും ആ ദിവസം ഇവരെ പട്ടിണി ഇടുന്നതായിരിക്കും. ഇത് കൂടാതെ മറ്റു ചില ഫാമുകളിലാണെങ്കിൽ ഇതിന് പകരം സാധാരണ വെള്ളമെല്ലാം ടാങ്കുകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അതിന് പകരം ടാങ്ക് മുഴുവൻ തണുത്ത വെള്ളം നിറച്ചുകൊണ്ട് തവളകളെയെല്ലാം തണുപ്പിച്ചെടുക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെ തവളകൾക്ക് പിന്നീട് നീന്താനോ അനങ്ങാനോ ഒന്നിനും തന്നെ സാധിക്കുകയില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകും. തവളകളെ ഓരോന്നോരോന്നായി വേഗത്തിൽ പിടിച്ചെടുക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ഇവർ ഇത്തരത്തിൽ തന്നെ ചെയ്യുന്നത്. നീളമുള്ള സിമന്റ് ടാങ്കുകളിലാണ് ഇവർ ഇത്തരം ലക്ഷക്കണക്കിന് വരുന്ന തവളകളെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കൊണ്ട് വളർത്തിയെടുക്കുന്നത്. ഇവിടെ നിന്നാണ് ഇത്തരം തവളകളെ പൊതുവെ അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലേക്കെല്ലാം തവളകൾ എത്തുന്നത്. ഓരോ വർഷവും ഇവിടെ നിന്ന് ഇത്തരത്തിൽ തന്നെ കയറ്റുമതി ചെയ്യുന്നത് 1.5 ലക്ഷം ടൺ തവളകളാണ്. വളരെയേറെ രുചികരമായിട്ടുള്ള ഇറച്ചികളിൽ ഒന്നാണ് തവളയുടെ മാംസം എന്നത്. 1 കിലോ തവളയുടെ ഇറച്ചിക്ക് $10 മുതൽ $15 രൂപയോളമാണ്. അതായത് 850 രൂപ മുതൽ 1300 രൂപയോളമാണ്. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാനായിട്ട് കഴിയുന്ന ജീവികളിലൊന്നാണ് തവളകൾ എന്നത്. അതുകൂടാതെ നല്ല രീതിയിൽ രാത്രിയിൽ കാഴ്ചശക്തി കൂടിയുള്ള ജീവിയാണ് തവളകൾ എന്നത്. അധിക തവളകളുടെയും വലിയ രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇവയുടെ കണ്ണുകൾ ഉള്ളത്. ഇതിനാൽ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന ശത്രുക്കളിൽ നിന്ന് പെട്ടെന്ന് ചാടി രക്ഷപ്പെടാനായിട്ട് ഇവയ്ക്ക് സാധിക്കുന്നതാണ്. തവളകൾ പ്രാണികളെയും മറ്റുമെല്ലാം ഇത്തരത്തിൽ ഭക്ഷണമായിട്ട് വിഴുങ്ങുമ്പോൾ ആ ഭക്ഷണം അതിന്റെ തൊണ്ടയിലൂടെ ഇറക്കി വിടാനായിട്ട് അതിന്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന 2 കണ്ണുകളും ഇത്തരത്തിൽ അകത്തോട്ട് വലിക്കുന്നതാണ്. വോക്കൽ കോഡുകളുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ കരജീവികളാണ് തവളകൾ എന്നത്. വോക്കൽ കോഡുകൾ എന്നാൽ തവളയുടെ കഴുത്തിന് താഴെയായി തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് വോക്കൽ കോഡുകൾ അഥവാ വോക്കൽ സെഞ്ചികൾ എന്ന് പറയപ്പെടുന്നത്. ആൺ തവളകൾക്കാണ് പൊതുവെ ഇത്തരം വോക്കൽ സെഞ്ചികൾ കണ്ടുവരുന്നത്. ഇവ ഇത്തരത്തിൽ തന്നെ ശബ്ദം പുറത്തുവിടുമ്പോൾ ഈ പറഞ്ഞ വോക്കൽ കോഡുകൾ ഒരു ബലൂൺ പോലെ വീർക്കുന്നതാണ്. ചില തവളകളുടെ ശബ്ദങ്ങൾ 1 കിലോമീറ്റർ അകലെ നിന്ന് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്.
നീളമുള്ള 2 കാലുകളാണ് ഇവയെ പൊതുവെ ശത്രുക്കളിൽ നിന്നും മറ്റുമെല്ലാം ചാടാനായിട്ട് സഹായിക്കുന്നത്. പല തവളകളുടെയും ഇത്തരത്തിൽ ചാടുന്ന അവസരത്തിൽ അവയുടെ ശരീര നീളത്തിന്റെ 20 മടങ്ങ് കൂടുതൽ ചാടാൻ കഴിവുള്ളവയാണ്. കരയിലുള്ള എല്ലാ ഉഭയജീവികളെ പോലെ തന്നെ തവളകൾക്കും തണുത്ത രക്തമാണുള്ളത്. അതായത് അവയുടെ ശരീരത്തിന്റെ താപനില അത് നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ താപനിലക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് തവളകൾക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ ശൈത്യകാലം മഞ്ഞുകാലം വരുമ്പോൾ താപനില കുറഞ്ഞതോടുകൂടി ചില തവളകളെല്ലാം മണ്ണിനടിയിലോ കുളത്തിനടിയിലോ എല്ലാം മാളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതിലായിരിക്കും പിന്നീട് താമസിക്കുന്നത്. ഇതുകൊണ്ടാണ് ശൈത്യകാലങ്ങളിൽ നമുക്ക് തവളകളെ പൊതുവെ കാണാത്തത്. ഒടുവിൽ വസന്തകാലം വരെ ഈ ഒരു രീതിയിൽ തന്നെ തവളകൾ ജീവിക്കുന്നതാണ്. ശരീരത്തിന്റെ 65% മരവിച്ച നിലയിൽ മരവിച്ച അവസ്ഥയിൽ ആഴ്ചകളോളം തവളകൾക്ക് ഇങ്ങനെ അതിജീവിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള തവളകൾ അതിന്റെ ശരീരത്തിലെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഒരു തരം ആന്റി ഫ്രീസ് ആയിട്ട് ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് അതിന്റെ ശരീരത്തിലെ മറ്റു പ്രധാന അവയവങ്ങളിലെല്ലാം ഇത്തരത്തിൽ മരവിച്ച് കിടക്കുമ്പോൾ അവയെ കേടുപാടുകളിൽ നിന്നെല്ലാം വലിയ രീതിയിൽ തന്നെ സംരക്ഷിക്കും. 7 വർഷം മഴ പെയ്യാനായിട്ട് കാത്തിരിക്കാൻ കഴിയുന്ന ഒരു തരം മരുഭൂമിയിലെ തവളയാണ് ഓസ്ട്രേലിയൻ വെളുത്ത തവളകൾ എന്നത്. തവളകൾ പൊതുവെ ശുദ്ധജല ജീവികളാണ്. എന്നിരുന്നാലും ഫ്ലോറിഡ പുള്ളിപ്പുലി എന്ന തവളകൾ പൊതുവെ ഉപ്പോ വെള്ളത്തിലും ജീവിക്കുന്നവയാണ്. ഒരു സാധാരണ പെൺ തവള മുട്ടയിടുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കുമിളകളായിട്ട് പൊങ്ങിക്കിടക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ജെല്ലി പോലെയെല്ലാം തോന്നിപ്പിക്കുന്ന തവളകളുടെ മുട്ടകളെ പൊതുവെ അറിയപ്പെടുന്നത് ഫ്രോഗ് സ്പോൺ എന്നാണ്. ചില വലിയ പെൺ തവളകളാണെങ്കിൽ ഒരേ സമയം 4000-ലധികം വരുന്ന മുട്ടകൾ ഇടുന്നതാണ്. ഇങ്ങനെ ഇടുന്ന മുട്ടകളെ മത്സ്യങ്ങളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നുമെല്ലാം ഈ പെൺതവള സംരക്ഷിക്കുന്നതാണ്. 2 മുതൽ 3 ആഴ്ചയോളം സമയമെടുത്താണ് ഇത്തരം കുമിളകളെല്ലാം വിരിയുന്നത്. ഇതാണ് പിന്നീട് നമ്മൾ വെള്ളക്കെട്ടുകളിലെല്ലാം കണ്ടുവരുന്ന ലാർവയായിട്ട് മാറുന്നത്. ഈ ഒരു സമയത്ത് വെള്ളത്തിനടിയിലുള്ള പായലുകളും മറ്റു വേരുകളും ഒക്കെയാണ് ഇവ തിന്ന് വളരുന്നത്. വീണ്ടും ഒരു 6-7 മാസങ്ങളോളം സമയമെടുത്താണ് പിന്നീട് ഇത്തരം ലാർവകൾ ഒരു പൂർണ്ണ വളർച്ച എത്തിയ തവളയായിട്ട് പിന്നീട് മാറുന്നത്. ശരാശരി ഒരു തവളയുടെ ആയുസ് എന്ന് പറയുന്നത് 10 മുതൽ 15 വർഷത്തോളമാണ്. എന്നാൽ അതേസമയം കാടുകളിലാണെങ്കിൽ 20 മുതൽ 22 വർഷം വരെയൊക്കെ ജീവിക്കുന്ന പല തവളകളുമുണ്ട്. നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച തവള എന്നത് പശ്ചിമ ആഫ്രിക്കയിലുള്ള ഗോലിയത്ത് എന്ന തവളയാണ്. അത് ജീവിച്ചത് 25 വർഷത്തോളമായിരുന്നു. അതുകൂടാതെ അതിന്റെ ഒരു തൂക്കം എന്ന് പറയുന്നത് 4 മുതൽ 5 കിലോക്ക് മുകളിലായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ തവള ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ വെറും 1/2 ഇഞ്ചോളം നീളത്തിൽ വളരുന്ന ക്യൂബൻ മരത്തവളയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് നമ്മുടെ ലോകത്ത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളിലൊന്നാണ് ഇത്തരം തവളകൾ എന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നമ്മൾ ഈ കാണപ്പെടുന്ന തവളകളെയെല്ലാം വളരെയേറെ മൂല്യമുള്ള ഒന്നാണെന്ന് മനസ്സിലായില്ലേ? വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.